നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണല്ലോ നീ ഇപ്പോൾ പറഞ്ഞത്. പച്ചവെള്ളവും ചൂടുവെള്ളവും ഒരു പാത്രത്തിൽ എടുത്തു വെച്ചാൽ കാഴ്ചയിൽ രണ്ടും ഒരുപോലെയാണ്. രണ്ടിനും ഒരേ തെളിച്ചമാണ്, ഒരേ രൂപമാണ്. പക്ഷേ ഒരു തുള്ളി കൈയിലേക്ക് വീഴുമ്പോഴോ അല്ലെങ്കിൽ അതിൽ വിരൽ മുക്കുമ്പോഴോ മാത്രമാണ് അത് നമ്മളെ പൊള്ളിക്കുമോ അതോ കുളിർപ്പിക്കുമോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മനുഷ്യരുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. ഒരാളെ ദൂരെ നിന്ന് നോക്കിയോ അല്ലെങ്കിൽ അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ ചിരി കണ്ടോ നമുക്ക് അയാളെ അളക്കാൻ കഴിയില്ല. അതിനേക്കാൾ വലിയ അപകടം മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരാളെ കുറിച്ച് ഒരു ധാരണയുണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളോടും ഓരോ രീതിയിലായിരിക്കും പെരുമാറുന്നത്. എനിക്ക് മോശമായി തോന്നിയ ഒരാൾ നിനക്ക് നല്ലവനായിരിക്കാം, അല്ലെങ്കിൽ ലോകം മുഴുവൻ കുറ്റം പറയുന്ന ഒരാൾ ഉള്ളിൽ വലിയ സ്നേഹമുള്ളവനായിരിക്കാം. നാട്ടുകാർ പറയുന്നത് കേട്ട് ഒരാളെ വിലയിരുത്തുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ചിന്താശേഷിയെ പണയം വെക്കുകയാണ്. ചൂടുവെള്ളം പുറമേ നിന്ന് നോക്കിയാൽ ശാന്തമായിരിക്കും, പക്ഷെ അതിനകത്ത് വലിയ ചൂട് ഒളിഞ്ഞിരിപ്പുണ്ടാകും. അതുപോലെ പുറമേ വളരെ നല്ലവനായി അഭിനയിക്കുന്ന ഒരാൾ ഉള്ളിൽ അത്ര നല്ലവനാകണമെന്നില്ല. നേരെ തിരിച്ച് പുറമേ പരുക്കനായി തോന്നുന്ന ഒരാൾ ഉള്ളിൽ പച്ചവെള്ളം പോലെ ശുദ്ധനുമായിരിക്കും. ഈ സത്യം മനസ്സിലാക്കണമെങ്കിൽ നീ പറഞ്ഞതുപോലെ അവരെ അടുത്തറിയണം, അവരോട് സംസാരിക്കണം, അവരുടെ കൂടെ നടക്കണം. ഹൃദയം തൊട്ടറിയുക എന്ന് പറയുമ്പോൾ അത് വെറുമൊരു വാക്കല്ല. ഒരാളുടെ വിഷമങ്ങളിൽ കൂടെ നിൽക്കുമ്പോഴോ അവരുടെ സാഹചര്യം മനസ്സിലാക്കുമ്പോഴോ ആണ് അവരുടെ ഉള്ളിലെ യഥാർത്ഥ തണുപ്പ് അഥവാ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത്. പലപ്പോഴും നമ്മൾ ആളുകളെ മുൻവിധി കൊണ്ട് അകറ്റി നിർത്താറുണ്ട്. അവൻ ശരിയല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, പിന്നെന്തിന് ഞാൻ അവനോട് മിണ്ടണം എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോഴാണ് നമുക്ക് നല്ലൊരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ നല്ലൊരു ബന്ധത്തെയോ നഷ്ടപ്പെടുന്നത്. സത്യത്തിൽ നമ്മൾ ഒരാളെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങളെക്കാൾ പ്രാധാന്യം നൽകേണ്ടത് നമുക്ക് അയാളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾക്കാണ്. ലോകം എന്ത് പറഞ്ഞാലും നിന്റെ ഹൃദയത്തിന് ഒരാളെ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, അയാളുടെ സാമീപ്യം നിനക്ക് സമാധാനം തരുന്നുണ്ടെങ്കിൽ, അവിടെയാണ് ആ ബന്ധത്തിന്റെ വിജയം. ചൂടുവെള്ളത്തിൽ കൈമുക്കാതെ അതിന്റെ ചൂട് അറിയില്ല എന്ന് പറയുന്നത് പോലെ ഒരാളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ അയാളെ വെറുക്കാനോ സ്നേഹിക്കാനോ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് സുഹൃത്തെ, കണ്ണടച്ച് ആരെയും വിശ്വസിക്കരുത്, അതുപോലെ ആരെയും തള്ളിക്കളയുകയും ചെയ്യരുത്. ഓരോ മനുഷ്യനും ഓരോ അനുഭവമാണ്. മറ്റുള്ളവർ നിന്റെ ചെവിയിൽ ഓതിത്തരുന്ന കാര്യങ്ങളല്ല, നിന്റെ ഹൃദയത്തിന് തൊട്ടറിയാൻ കഴിയുന്ന സത്യങ്ങളാണ് നീ വിശ്വസിക്കേണ്ടത്. മനുഷ്യരെ പച്ചവെള്ളമായി കാണാൻ ശ്രമിക്കുക. അടുത്തറിയുമ്പോൾ ആ തണുപ്പ് നിനക്കും അനുഭവപ്പെടും.